വിൽസൺ, നിങ്ങൾ അഴിമതിക്ക് വിരുദ്ധ പാർട്ടിയായിട്ടാണ് നിങ്ങളുടെ രംഗപ്രവേശം. അവസാനം നിങ്ങൾ താഴേക്ക് വീഴുന്നതും അഴിമതി കറ പുരണ്ടാണ്. അപ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാനാവാത്ത കയ്യും കാലും കെട്ടിയിട്ട BJP കേന്ദ്ര സർക്കാർ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ ജയിലിൽ പോയി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തു വന്നു, ജാമ്യത്തിലിറങ്ങി, വോട്ട് തേടി, ജനങ്ങളോട് തങ്ങൾക്ക് നേരെയുണ്ടായ അനീതി വിളിച്ചു പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് ജനം അത് മനസ്സിലാക്കിയില്ല? ജനത്തിന് ബോധ്യപ്പെടാത്ത എന്തോ ഉണ്ട്. ഞാൻ അവനെ അംഗീകരിക്കുന്നു. എത്ര തവണ സ്മൃതി ആവർത്തിച്ച് ചോദ്യം ചോദിച്ചാലും എനിക്ക് ഒറ്റ ഉത്തരവ് മാത്രമേ ഉള്ളൂ. ജനവിധി മാനിക്കുന്നു. കേജ്രിവാളിന്റെ ഭാഷ തന്നെ എങ്ങനെയാണ്? ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വരുന്നു, നിങ്ങളുടെ വിധി, ആ വിധി മാനിക്കുന്നു കേജ്രിവാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി, നിങ്ങൾക്ക് ഇപ്പോൾ അംഗീകരിച്ചേ പറ്റൂ. വിനോദ് മാത്യു വിൽസൺ, നിങ്ങളെ ഇപ്പോൾ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പിഴവുകൾ എന്താണെന്ന് ബോധ്യമാകുന്നുണ്ടോ? നിങ്ങൾ കേന്ദ്ര സർക്കാരുമായി നിങ്ങൾ ഏറ്റുമുട്ടലാണെന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ ഏറ്റുമുട്ടിയത്? നിങ്ങളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾക്കെതിരെ കേസുകൾ വരുമ്പോൾ, നിങ്ങളുടെ കയ്യും കാലും കെട്ടുമ്പോൾ, അല്ലാതെ BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ നിങ്ങൾ എപ്പോൾ പോരാടിയിട്ടുണ്ട്? BJPയുമായി സമന്വയത്തിലായിരുന്നു നിങ്ങൾ ആദ്യം പോയത്. BJPക്ക് നിങ്ങൾ വരുന്നതിൽ ആദ്യം ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയിലേക്ക് വരുന്നതിൽ കൂടി ആദ്യം ആലോചനയുണ്ടായിരുന്നില്ല. ഏത് ഘട്ടത്തിലാണ് ഇതൊക്കെ സഖ്യമായി വന്നതെന്നും BJP നിങ്ങളുടെ മുഖ്യ ശത്രുവായി മാറിയെന്നൊക്കെ നമുക്ക് അറിയുന്നതല്ലേ? അല്ല, ഒരിക്കലുമില്ല. അങ്ങനെ ഒരു നരേഷൻ തന്നെ ശരിയല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ ആദ്യകാലത്ത് സംഘപരിവാറിന്റെ B ടീമാണ് ആം ആദ്മി ചാപ്പ് കുത്തിയതിനു ശേഷം കഴിഞ്ഞ കാല പോരാട്ടങ്ങളുടെ ഭാഗമായി അവർ കേജ്രിവാളിന്റെ പോരാട്ടം, കേജ്രിവാളും നരേന്ദ്രമോദി നമ്മൾ നേർക്കുള്ള പോരാട്ടത്തിൽ മാറ്റി പറഞ്ഞില്ലേ? BJPക്കെതിരെ വളരുന്ന ഒരു പാർട്ടി, ഇന്ത്യയിൽ അതിവേഗം വളരുന്ന പാർട്ടിയായി മാറിയില്ലേ? ഇന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങൾ ഗതകാല സ്മരണകൾ മാത്രം അയവിറക്കി കോൺഗ്രസ് മുമ്പോട്ട് പോകുമ്പോൾ ഓരോ സ്ഥലത്തും BJPയുടെ കോട്ട കൊത്തളങ്ങളിൽ പോയി, ഗുജറാത്തിലൊക്കെ പോയി നേരിട്ട് ഞാൻ ചോദിക്കട്ടെ,